ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹമാണ്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിലായി നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ പെസഹ ആചരണവും ഗത്സമനയിലെ പ്രാർത്ഥനയും വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഈ ആഴ്ച നമുക്ക് നമ്മുടെ കർത്താവിന്റെ വിസ്താരം അതിനെപ്പറ്റി ദൈവസന്നിധിയിൽ ചിന്തിക്കാം. നമുക്കറിയാം, ലോകത്തിന്റെ പാപങ്ങൾ മായ്ക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പെസഹ സന്ധ്യയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഗത്സമനയിൽ പോയി പ്രാർത്ഥിക്കുന്ന മഹനീയമായ രംഗം വരെ നമ്മൾ പരിശോധിച്ചു. അതിനുശേഷം നമ്മുടെ കർത്താവ് ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ അവനെ ഒറ്റുകൊടുക്കുവാനായി യൂദ അവിടെ ഒരുങ്ങി നിൽപ്പുണ്ട്. നമ്മുടെ കർത്താവ് ഗത്സമനയിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ വരുന്ന അവസരത്തിൽ പെസഹ വ്യാഴാഴ്ച നമ്മുടെ കർത്താവ് സൂചിപ്പിച്ച അനുസരിച്ച് എന്റെ കൂടെ പാനപാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റുകൊടുക്കും എന്ന ദൈവഹിത കൽപ്പനയുടെ അനുസരണം മൂലം നമ്മുടെ കർത്താവിനുണ്ടായ അരുളപ്പാട് മൂലം വിശുദ്ധനായ സത്യസന്ധനായ ഒരു മനുഷ്യനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി യൂദ 30 വെള്ളിക്കാശ് മേടിച്ച് അവിടെ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ വേണ്ടി പടയാളികൾ അവിടേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ യേശു തമ്പുരാനെ ഒറ്റിക്കൊടുക്കുവാനായി തന്റെ ശിഷ്യനായ യൂദ ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ യഹൂദ പ്രമാണികളായ ദേവാലയ ഭടന്മാരും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം അവിടേക്ക് എത്തി നിൽക്കുമ്പോൾ യൂദ നമ്മുടെ കർത്താവിനെ ചുംബിച്ച് ഇവനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്തു എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ കർത്താവ് യൂദയോട് തിരികെ പറയുന്നുണ്ട്, നീ മനുഷ്യപുത്രനെ ചുംബിച്ച് ഒറ്റിക്കൊടുത്തിരിക്കുന്നുവല്ലോ എന്ന്. അതിൽ കുപിതനായ പത്രോസ്ലീഹ നമ്മുടെ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന മഹാപുരോഹിതന്റെ മകന്റെ മൽക്കോസ് എന്ന് പറയുന്ന മഹാപുരോഹിതന്റെ മകന്റെ ചെവി അറുത്ത് കളഞ്ഞു, വാളെടുത്ത്. അപ്പോൾ നമ്മുടെ കർത്താവ് പത്രോസിനെ ശാസിച്ചുകൊണ്ട് ഈ മഹാപുരോഹിതന്റെ പുത്രന്റെ ചെവി സൗഖ്യമാക്കി കൊടുത്തിട്ട് പറയുകയാണ്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, അതുകൊണ്ട് ഇത് ചെയ്യേണ്ട എന്ന്. അങ്ങനെ നമ്മുടെ കർത്താവ് പത്രോസ്ലീഹായെ അവിടെ വെച്ച് ശാസിച്ചതിന് ശേഷം പടയാളികൾ നമ്മുടെ കർത്താവിനെ കൂട്ടിക്കൊണ്ട് വിസ്താരത്തിനായിട്ട് പുറപ്പെടുന്നു. 4 ഘട്ടങ്ങളിലായി നമ്മുടെ കർത്താവിന്റെ വിസ്താരം നടന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായി സാധിക്കും. ഒന്നാമതായി 2 മഹാപുരോഹിതന്മാരുടെയും 2 അധികാരികളുടെയും മുമ്പാകെയാണ് ഇത് നടക്കുന്നത്. ഒന്നാമതായി നമ്മുടെ കർത്താവിനെ ആദ്യം ഹാജരാകുന്നത് മഹാപുരോഹിതനായ ഹന്നാസിന്റെ മുമ്പാകെയാണ്. ഹന്നാസ് ആരാണെന്ന് ചോദിച്ചാൽ അന്നത്തെ മുൻ മഹാപുരോഹിതനാണ്. എങ്ങനെയാണ് ഈ മുൻ മഹാപുരോഹിതൻ ഉണ്ടാവുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം മർത്തോമ സഭ വലിയ മെത്രാപ്പോലീത്ത ക്രിസോസ്റ്റം തിരുമേനി കാലം ചെയ്തു. ഇപ്പോഴത്തെ മർത്തോമ മെത്രാപ്പോലീത്ത തിയോഡേഷ്യസ് മർത്തോമ മെത്രാപ്പോലീത്ത. അപ്പോൾ ക്രിസോസ്റ്റം മർത്തോമ തിരുമേനി മുൻ മർത്തോമ മെത്രാപ്പോലീത്തയും തിയോഡേഷ്യസ് മർത്തോമ തിരുമേനി ഇപ്പോഴത്തെ മർത്തോമ മെത്രാപ്പോലീത്തയുമാണ്. ഇനി നമ്മുടെ സഭയുടെ കാര്യം ചോദിച്ചാൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് സ്ഥിതിയ കാതോലിക ബാവ ഇപ്പോഴത്തെ സഭയുടെ പരമാധ്യക്ഷനും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാവ മുൻ പരമാധ്യക്ഷനുമാണ്. എന്ന് പറഞ്ഞതുപോലെ മുൻ മഹാപുരോഹിതനായ ഹന്നാസിന്റെ മുൻപാകാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യം ഹാജരാക്കുന്നത്. ഈ ഹന്നാസ് ഇപ്പോഴത്തെ മഹാപുരോഹിതനായ പ്രസന്റ് മഹാപുരോഹിതനായിരിക്കുന്ന കയ്യാഫാവിന്റെ അമ്മായിയപ്പനാണ്. അങ്ങനെ കയ്യാഫാവ് തന്റെ അമ്മായി അപ്പനായ മുൻ മഹാപുരോഹിതനായ ഹന്നാസിന്റെ മുൻപാകെയാണ് യേശു ക്രിസ്തുവിനെ ആദ്യം ഹാജരാക്കുവാൻ നിശ്ചയിക്കുന്നത്. യേശു തമ്പുരാനെ അങ്ങനെ ഹാജരാക്കുവാനായി 2 ഉദ്ദേശങ്ങൾ ഹന്നാസിന് പ്രത്യേകതകൾ ഹന്നാസിന് ഉണ്ടായിരുന്നതായി കയ്യാഫാവിന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്നാമത്, ഹന്നാസിന്റെ പ്രവൃത്തി പരിചയവും ബുദ്ധി സാമർഥ്യവുമാണ്. ഹന്നാസിന്റെ ബുദ്ധി സാമർഥ്യത്തിലും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലും ഒക്കെ യേശു ക്രിസ്തു കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ കയ്യാഫാവിന് ജോലി കുറഞ്ഞിരിക്കും. അങ്ങനെ ആദ്യമായി യേശു തമ്പുരാന് കുശാഗ്ര ബുദ്ധിക്കാരനായ ഹന്നാസിന്റെ മുൻപാകെ ഹാജരാക്കുവാൻ വേണ്ടി കയ്യാഫാവ് ആഗ്രഹിച്ചു. അങ്ങനെ ആദ്യം ഹന്നാസിന്റെ മുൻപാകെ യേശു ക്രിസ്തു ഹാജരായി. അങ്ങനെ യേശു ക്രിസ്തുവിനെ അവിടെ ഹാജരാക്കുമ്പോൾ മഹാപുരോഹിതനായ ഹന്നാസ് യേശു തമ്പുരാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 2 കുറ്റങ്ങളാണ് യേശു തമ്പുരാനെ സംബന്ധിച്ച് ഹന്നാസ് അവിടെ ഉന്നയിക്കുന്നത്. ഒന്നാമതായി, യേശു ക്രിസ്തു ശിഷ്യന്മാരെ ഗവൺമെന്റിനെതിരെ സംഘടിപ്പിക്കുന്നു. രണ്ടാമതായി, തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു, ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു.
യേശു തമ്പുരാൻ അതിന് വളരെ സമർത്ഥമായി ശുഭാപ്തി വിശ്വാസത്തോടെ ധൈര്യമായി മറുപടി കൂടി നൽകി, ഞാൻ ഉപദേശിച്ചത് പരസ്യമായാണ്, നീ പോയി അന്വേഷിച്ചു കൊള്ളുക. പരസ്യമായിട്ടാണ് ഞാൻ ജനങ്ങളെ ഉപദേശിച്ചത്, അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ഗവൺമെന്റിനെതിരെയും അങ്ങേക്കെതിരെയും പറഞ്ഞത് എന്ന് അങ്ങ് ചെന്ന് അന്വേഷിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹന്നാസിന്റെ മുൻപാകെ യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ നിന്ന പട്ടാളക്കാരൻ യേശു തമ്പുരാനെ കാരണത്ത് ആദ്യമായി അടിക്കുന്നു. എന്നാൽ ഹന്നാസ് യേശു തമ്പുരാനിൽ ഒരു കുറ്റവും കണ്ടെത്തുവാനും സാധിക്കാതെ വന്നപ്പോൾ അവനെ അവിടെ നിന്ന് യേശു തമ്പുരാനെ അവിടെ നിന്ന് കയ്യാഫാവിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ഈ സമയത്താണ് പത്രോസ്ലീഹ യേശു ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളി പറയുന്നത്. യേശു തമ്പുരാനെ ഒരിക്കലും തള്ളി പറയുകയില്ല എന്ന് ആണയിട്ട് പറഞ്ഞ പത്രോസിനോട് യേശു ക്രിസ്തു തിരികെ പറയുന്നുണ്ട്, നാളെ കോഴി പോകുന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ തള്ളി പറയും. അങ്ങനെ യേശു തമ്പുരാൻ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് പത്രോസ്ലീഹ 3 പ്രാവശ്യം യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്നുണ്ട്. അതിനുശേഷം യേശു തമ്പുരാനെ കയ്യാഫാവിന്റെ മുൻപാകെയുള്ള വിസ്താരത്തിനായി കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ യേശു തമ്പുരാനെ കയ്യാഫാവിന്റെ മുൻപാകെ ഹാജരാക്കി കഴിയുമ്പോൾ കയ്യാഫാവ് നീ മനുഷ്യപുത്രനാകുന്നുവോ എന്നും മനുഷ്യത്വത്തെ കുറിച്ചുള്ള മറ്റു ചോദ്യങ്ങളുമൊക്കെ യേശു തമ്പുരാനോട് ചോദിക്കുമ്പോൾ സമർത്ഥമായി താൻ മനുഷ്യപുത്രനാകുന്നുവെന്നും മനുഷ്യപുത്രൻ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെയും അധികാരങ്ങളെയും പറ്റിയും മനുഷ്യപുത്രനിൽ ഉള്ള ഗുണഗണങ്ങളെ പറ്റിയും ഒക്കെ യേശു തമ്പുരാൻ സമർത്ഥമായി കയ്യാഫാവിനോട് സംസാരിക്കുന്നു. ഇത് കേട്ട് കയ്യാഫാവ് യേശു തമ്പുരാൻ ദൈവദൂഷണം പറഞ്ഞു എന്ന കുറ്റം ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ കയ്യാഫാവ് കരുതി അവിടെ അത് പ്രചരിച്ചതിന് ശേഷം യേശു തമ്പുരാന്റെ മുഷ്ടി ചുരുട്ടി കുത്തുകയും കരണത്തടിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കയ്യാഫാവിന്റെ മുൻപാകെയുള്ള വിസ്താര വേളയും അവിടെ കഴിയുന്നു. അപ്പോൾ 2 മഹാപുരോഹിതന്മാരുടെ യേശു ക്രിസ്തുവിന്റെ വിസ്താരം പൂർത്തിയായി. ഒന്നാമതായി മുൻ മഹാപുരോഹിതനായ ഹന്നാസിന്റെയും, രണ്ടാമതായി പ്രസന്റ് മഹാപുരോഹിതനായിരിക്കുന്ന ഇപ്പോഴത്തെ ആ സമയത്ത് കാരണമായിട്ടുള്ള മഹാപുരോഹിതനായിരിക്കുന്ന കയ്യാഫാവിന്റെ മുൻപാകെയും യേശു തമ്പുരാന്റെ വിസ്താരം പൂർത്തിയായി. ശേഷം പിറ്റേ പ്രഭാതമായപ്പോൾ സന്നിധിയും സംഘത്തിന്റെ മുൻപാകെ യേശു ക്രിസ്തുവിനെ ഹാജരാക്കുന്നു. സന്നിധിയും സംഘം എന്താണ് എന്നൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സന്നിധിയും സംഘത്തിന്റെ മുൻപാകെ യേശു തമ്പുരാനെ ഹാജരാക്കുകയാണ്. പുരോഹിതൻ കൂടാതെ 72 അംഗങ്ങളുള്ള യഹൂദന്മാരുടെ പരമാധികാര കോടതിയാണ് സന്നിധിയും സംഘം. അവിടെയാണ് യേശു ക്രിസ്തുവിനെ പിറ്റേ പ്രഭാതത്തിൽ ഹാജരാക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കുമ്പോൾ അതിനൊക്കെ അസന്നിഗ്ധമായി യേശു തമ്പുരാൻ ഉത്തരം പറയുന്നത് താൻ മനുഷ്യപുത്രനാണെന്നും താൻ പ്രവർത്തിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭയവും കൂടാതെ പ്രസ്താവിക്കുവാൻ യേശു തമ്പുരാൻ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ സന്നിധിയും സംഘത്തിന് മുൻപാകെയുള്ള വിസ്താര സമയത്ത് അദ്ദേഹത്തിനെതിരെ 2 കുറ്റങ്ങൾ അവർ കണ്ടുപിടിച്ചു. ഒന്നാമതായി മസിഹ എന്ന രാജാവ് എന്ന് പറഞ്ഞതിനാൽ രാജ്യദ്രോഹത്തിനും ദൈവപുത്രൻ എന്ന് പറഞ്ഞതിനാൽ ദൈവദൂഷണത്തിനും യേശുക്രിസ്തുവിനെ ബാധിക്കുവാൻ അവർ നിശ്ചയിച്ചു. അങ്ങനെ ആ നിശ്ചയപ്രകാരം വധശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം ഗവർണറിൽ നിക്ഷിപ്തമായതുകൊണ്ട് യേശു തമ്പുരാനെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് അയച്ചു. റോമ ഗവർണറായിരിക്കുന്ന പീലാത്തോസ് AD 26 മുതൽ 36 വരെ ഭരിച്ചിരുന്നു. യഹൂദിയുടെ ഗവർണറായി ഭരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഗവർണറായിരിക്കുന്ന പീലാത്തോസിന്റെ അടുക്കിലേക്ക് യേശു തമ്പുരാനെ അയക്കുകയാണ്. അവിടെ യഹൂദിയിലെ ഗവർണറായി പീലാത്തോസ് സേവനം അനുഷ്ഠിക്കുന്നു എങ്കിലും പെസഹ കാലം ഉത്സവകാലം ഒക്കെ ആയതിനാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനാൽ അവിടെ നിന്നും പീലാത്തോസ് യെരുശലേമിലേക്ക് വരുന്നത് അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ താമസിച്ചിരുന്ന പീലാത്തോസിന്റെ അടുക്കലേക്കാണ് സന്നിധിയും സംഘത്തിൽ നിന്ന് യേശു തമ്പുരാനെ അടുത്തതായി അയക്കുന്നത്. അങ്ങനെ പീലാത്തോസിന്റെ അടുക്കൽ യേശു തമ്പുരാനെ അയച്ച് യേശു തമ്പുരാനെ പീലാത്തോസ് ധാരാളമായി അകത്തും പുറത്തും ഒക്കെ നടത്തി വിസ്തരിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷവും യേശു തമ്പുരാനോട് ചോദിക്കുന്നുണ്ട്, നീ മനുഷ്യപുത്രനാവുന്നോ, നീ ദൈവപുത്രനാവുന്നോ എന്നെല്ലാം ചോദിക്കുമ്പോൾ യേശു തമ്പുരാൻ പറയുന്നത് നീ തന്നെ പറയുന്നുവല്ലോ എന്ന്. അങ്ങനെ വളരെ വിദഗ്ധമായി യേശു തമ്പുരാന്റെ മറുപടി കേട്ടപ്പോൾ പീലാത്തോസിന് മനസ്സിലായത് അവന് കുറ്റമൊന്നും ഇല്ല എന്നുള്ളത്. ഈ ആരോപിക്കപ്പെടുന്ന കുറ്റമൊന്നും ഇല്ല എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഗലീലയുടെ ഭരണാധികാരിയായ ഹെരോദാവിന്റെ അടുക്കലേക്ക് യേശു തമ്പുരാനെ പീലാത്തോസ് അയക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം വായിച്ചു നോക്കുമ്പോൾ ഗലീലയിലെ ഭരണാധികാരിയായിരിക്കുന്ന ഹെരോദാവും യഹൂദ ഗവർണറായിരിക്കുന്ന
പീലാത്തോസും തമ്മിലുള്ള സൗഹൃദം അത്ര ദൃഢമൊന്നുമല്ലായിരുന്നു. അവർ തമ്മിൽ ശത്രുതയിലായിരുന്നു. എന്നാൽ യേശു തമ്പുരാനെ പീലാത്തോസ് ഹെറോദോസിന്റെ അടുക്കിലേക്ക് അയച്ചു കഴിയുമ്പോൾ അവർ തമ്മിലുള്ള സൗഹൃദം വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നു. പഴയ നിയമകാലത്ത് പറയുന്ന പ്രവചനമാണ് അവിടെ നിവൃത്തിയാവുന്നത്. അങ്ങനെ യേശു തമ്പുരാനിൽ പീലാത്തോസ് കുറ്റങ്ങളൊന്നും കാണാഴിക വരിക ഹെറോദോസിന്റെ അടുക്കിലേക്ക് അയച്ചു. ഹെറോദോസും യേശുക്രിസ്തുവിനെ വിസ്തരിച്ചിട്ട് അവന് കുറ്റം ഒന്നും കണ്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് അവനെ വിട്ടയക്കുവാനായി അവൻ ആഗ്രഹിച്ചു. എങ്കിലും യഹൂദന്മാർക്ക് യേശുക്രിസ്തുവിനോടുണ്ടായ ധാരാളമായ വൈരാഗ്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവനെ യഹൂദന്മാർ പറഞ്ഞ അനുസരിച്ച് വിധിപ്പാൻ അവർ നിർബന്ധിതരായി. വീണ്ടും പീലാത്തോസിന്റെ അടുക്കൽ യേശു തമ്പുരാനെ അയച്ചു കഴിയുമ്പോൾ പീലാത്തോസ് യേശുക്രിസ്തുവിനെ രക്ഷിക്കുവാനായി പല വിധേന ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പീലാത്തോസിന്റെ ഭാര്യയ്ക്കൊക്കെ ദർശനം ഉണ്ടായതിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാം. പീലാത്തോസിന്റെ ഭാര്യ യേശു തമ്പുരാൻ നീതിമാനാണ് എന്ന് ദർശനം കാണുകയും അത് പീലാത്തോസിനെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പീലാത്തോസ് യേശുക്രിസ്തുവിനെ വിട്ടയക്കുവാനായി ധാരാളമായി ശ്രമിക്കുന്നുണ്ട്. അതിലെ ഒരു പരാമർശം ഇപ്രകാരമാണ്: പെസഹാ പെരുന്നാളിൽ ഒരു കുറ്റവാളിയെ മോചിപ്പിക്കുന്ന ചടങ്ങുണ്ട് യഹൂദന്മാർക്ക്. ആ ചടങ്ങ്, ആ പതിവ് അനുസരിച്ച് യേശുക്രിസ്തുവിനെ മോചിപ്പിക്കട്ടെ എന്ന് പീലാത്തോസ് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ തിരികെ മറുപടി പറയുന്നുണ്ട്: ഞങ്ങൾക്ക് ഇവനെ വിട്ടുതരണ്ട, കൊടും പാപിയായ കള്ളനായ ബറാബാസിനെ യേശുക്രിസ്തുവിന് പകരം വിട്ടുതരുവാനായി അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ പീലാത്തോസ് അവിടെയും നിസ്സഹായനായി തുടരുകയാണ്. പിന്നീട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു പാത്രത്തിൽ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പീലാത്തോസ് യേശുക്രിസ്തുവിനെ അവരുടെ ഇഷ്ടപ്രകാരം വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കുന്നു. ഇങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ വിസ്താരം പൂർത്തിയാവുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിനെ 4 സ്ഥലങ്ങളിലാണ് പ്രധാനമായും വിസ്തരിച്ചത്. ഹെറോദോസിന്റെ അടുക്കലേക്ക് യേശുക്രിസ്തുവിനെ അയക്കുന്ന സന്ദർഭം ലൂക്കോസിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഹെരോദ അന്തിപ്പോസിന് സൗഹൃദം നേടുന്നവർക്ക് സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ 2 മഹാപുരോഹിതന്മാരുടെയും 2 ഭരണാധികാരികളുടെയും മുൻപാകെയും സന്നിധി സംഘത്തിന് മുമ്പാകെയും യേശുക്രിസ്തു ഹാജരാക്കപ്പെടുന്നു. അങ്ങനെ യേശു തമ്പുരാൻ വിസ്താരം പൂർത്തിയാക്കി വധശിക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. വരുന്ന ക്ലാസ്സിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യും. അതിനു മുമ്പ് ഈ പാഠഭാഗത്തിന്റെ മനഃപ്പാഠഭാഗ്യവും മുഖ്യ സന്ദേശവും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പേപ്പറിൽ വിശദമായി രേഖപ്പെടുത്തുവാൻ ആരും മറന്നു പോകരുത്. ഇന്ന് നമുക്ക് ചിന്തിക്കാം എന്ന് പറയുന്ന ഭാഗത്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. ഒന്നാമതായി, 2 മഹാപുരോഹിതന്മാരും 2 ഭരണാധികാരികളും യേശുക്രിസ്തുവിനെ വിസ്തരിച്ചു. ആരൊക്കെ? മുൻപേ ഞാൻ സൂചിപ്പിച്ചതനുസരിച്ച് 2 മഹാപുരോഹിതന്മാരുടെയും 2 ഭരണാധികാരികളുടെയും പേരുകൾ പ്രസ്താവിച്ചിട്ടുണ്ട്. രണ്ടാമതായി, ഡാഷ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു, ഡാഷ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിലും അനുദപിച്ചു. അപ്പോൾ അതേപറ്റി ഒരു കാര്യം കൂടി പറയാം. യേശു തമ്പുരാനെ യൂദാസ് ഒറ്റിക്കൊടുത്തു. 30 വെള്ളിക്കാശ് യൂദ മേടിക്കുന്നുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിൽ മനം തോന്ന യൂദ പോയി ആത്മഹത്യ ചെയ്യുന്നു. കെട്ടി തൂങ്ങി ചാവുന്ന അവസ്ഥ. യേശുക്രിസ്തുവിനെ പീലാത്തോസിന് മുമ്പിൽ വിസ്തരിക്കുന്നതിന് മുമ്പായിട്ട് യൂദ മരിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ആ വെള്ളിക്കാശ് കൊണ്ട് ദേവാലയത്തിൽ മഹാപുരോഹിതന്മാരുടെ മുമ്പാകെ യൂദ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഒരുവന്റെ രക്തത്തിന് വിലയാകിയ രക്തനിലം എന്ന അർത്ഥത്തിൽ, അക്കൽദാമ എന്ന് പറഞ്ഞ രക്തനിലം എന്ന അർത്ഥത്തിൽ പരദേശികളായ മനുഷ്യരുടെ ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു ശവക്കർമ്മം മേടിക്കുവാനായി അവർ ആ പണം മാറ്റി വെക്കുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ യൂദ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസ് യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പിറ്റേന്ന് വെളുപ്പിനെ സന്നിധി സംഘത്തിന് മുമ്പാകെ യേശുക്രിസ്തുവിനെ ഹാജരാക്കുന്നതിന് മുമ്പ് പത്രോസ് യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് അന്നേരം കോഴി കൂകി. അപ്രകാരത്തിൽ പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു എങ്കിലും പിന്നീട് അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാം പാപം ചെയ്തു തെറ്റ് ചെയ്തു പോയി എങ്കിലും അതിൽ മാനസാന്തരം സംഭവിച്ച പാപമോചനത്തിനെ അപേക്ഷിക്കുന്നതിന് പകരം ജീവൻ നശിപ്പിക്കുന്ന അവസരം ഉണ്ടാകരുത് എന്നാണ് യൂദായുടെ മരണം നമ്മെ കാട്ടിത്തരുന്നത്. പത്രോസിന്റെ അനുതാപം ദൈവത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു ചെല്ലുന്നവരെ അവൻ സ്വീകരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നു. മൂന്നാമതായി, പീലാത്തോസിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര്, യെരുശലേമിലെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര്, യെരുശലേമിലെ കൊട്ടാരത്തിൽ അദ്ദേഹം എത്തിയിരുന്ന ചരിത്രത്തെ പറ്റി നാം വായിക്കുന്നുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 19-ാം അധ്യായത്തിന്റെ പകുതി ഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തനമായി എല്ലാവരും കണ്ടെത്തുക.
അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്കത് പറഞ്ഞിട്ട് തുടങ്ങാം. അടുത്തതായി പത്രോസ് വാളിന് കാതറുത്ത ദാസൻ ആര എന്ന് കണ്ടുപിടിക്കുക. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൽക്കോസ് എന്ന് പറയുന്ന ദാസന്റെ ചെവിയാണ് പത്രോസ് അറുത്തത്. അന്നേരമാണ് യേശു തമ്പുരാൻ വാളെടുക്കുന്നവൻ വാളാ നശീം എന്ന് പറഞ്ഞ് പത്രോസിനെ ശാസിക്കുന്നത്. ഒപ്പം നമുക്ക് പാടാമെന്ന ഭാഗത്ത് നൽകിയിരിക്കുന്ന ദേവേശ ഐശുവര എന്ന പാട്ടും ഇതോടൊപ്പം ചേർക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും പാടി പഠിക്കുക. അടുത്ത ആഴ്ച യേശു തമ്പുരാന്റെ ക്രൂശിമരണം സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. നന്ദി. ദേവേശ യേശുപരാ ജീവന നീക്കായി വെടിഞ്ഞു ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു ഗതസമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവ്യതയ ആയിട്ടും താതനിഷ്ടം നടപ്പതിനനുസരിച്ചു താതനിഷ്ടം നടപ്പതിനനുസരിച്ചു